അപ്പോൾ IPLൻ്റെ 3 മത്സരങ്ങൾ കടന്നുപോയി. ഇത് 4ാമത്തെ മാച്ചാണ് ഇന്ന്. ഞാൻ നോക്കിക്കാണുന്ന മാച്ച് ഇന്നാണുള്ളത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ കഴിഞ്ഞൊരു മാച്ച് വീക്കെൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. നല്ല 3 കിഡിലൻ മാച്ചസ്, അതും ഗ്ലാമർ പോരാട്ടങ്ങളായിരുന്നു. ഫസ്റ്റ് കൊൽക്കത്ത വേഴ്സസ് RCB ആണെങ്കിലും, രണ്ടാമത്തെ സൺറൈസേഴ്സ് വേഴ്സസ് രാജസ്ഥാൻ ആണെങ്കിലും ഒരു ബിഗ് സ്കോറിംഗ് മാച്ച് ആണെങ്കിലും, മൂന്നാമത്തത് എൽ ക്ലാസിക്കോ ആണെങ്കിലും നല്ല രീതിക്കുള്ള ഒരു ത്രില്ല് കൊണ്ടുവന്നായിരുന്നു, എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവന്നായിരുന്നു. അതാണ് IPLൻ്റെ ഏറ്റവും വലിയ ഒരു ഫാക്ടർ. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഞാൻ നോക്കിക്കാണുന്നത് എൻ്റെ ടീം ഇന്നാണ് ഇറങ്ങുന്നത്. എൻ്റെ ടീമിൻ്റെ മാച്ച് ഡെബ്യൂ ഇന്നാണ്. അപ്പോൾ എന്തായാലും ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ് മത്സരം. ലക്നൗ സൂപ്പർ ജയൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. അപ്പോൾ കളി നടക്കുന്നത് വിശാഖപട്ടണത്തിലാണ്. സോ ബാറ്റിംഗ് ഫ്രണ്ട്ലി ഗ്രൗണ്ടാണ്. അപ്പോൾ മുമ്പ് 272 റൺസൊക്കെ എനിക്ക് തോന്നുന്നു കൊൽക്കത്ത അടിച്ചിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ കളി എങ്ങനെ ഈ പ്ലെയേഴ്സ് തുടങ്ങുന്നു നോക്കിക്കാണുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും റിസൾട്ട്. എന്തായിരുന്നാലും പേപ്പറിൽ ലക്നൗ സൂപ്പർ ജയൻസ് സ്ട്രോങ് അല്ല എന്നാണ് പലരും പറയുന്നത്. പക്ഷേ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിലും ഈ ലക്നൗ എന്ന് പറഞ്ഞ ടീം പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് അവരെ വളർത്തിക്കൊണ്ട് വന്നേക്കുന്നൊരു ടീമാണ്. ഫോർ എക്സാമ്പിൾ മായങ്ക് യാദവ് ആണെങ്കിലും, മോഹസിൻ ഖാൻ ആണെങ്കിലും, ആവേശ് ഖാൻ ആണെങ്കിലും, ഓൾസോ കൃഷ്ണപ്പ ഗൗതം പോലെയുള്ള പ്ലെയേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ട് 2 വർഷം അവർ പ്ലേ ഓഫിലേക്ക് എത്തിയതാണ്. ദീപക് ഹൂഡ ഇവരൊക്കെയായിരുന്നു ലക്നൗവിൻ്റെ ബാറ്റ്സ്മാൻമാർ. പക്ഷേ കൃണാൽ പാണ്ഡ്യ, ദീപക് ഹൂഡ, കൃഷ്ണപ്പ ഗൗതം ഇങ്ങനെയുള്ള പാർട്ട് ടൈം ബോളേഴ്സ് ആയവരെ പിടിച്ച് ബാറ്റ്സ്മാൻ മിഡ് ഓർഡർ കളിപ്പിച്ച ഒരു ടീമിൻ്റെ അങ്ങനത്തെ ഒരു ശൈലിയാണ് ഗൗതം ഗംഭീറിൻ്റെ കാലത്ത് കളിച്ചിരുന്നത്. പക്ഷേ അത് എഫക്റ്റീവായിരുന്നു. അപ്പോൾ പറയുമ്പോൾ ഈ പറഞ്ഞ സ്ട്രോങ് കണ്ടൻറ്റേഴ്സ് അല്ല. കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസാണ് ഏറ്റവും സ്ട്രോങ്. ഈ പറഞ്ഞ പോലെ ഇഷാൻ കിഷൻ, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, രോഹിത് ശർമ്മ, ബുംറ എന്നൊക്കെ നോക്കുമ്പോൾ പക്ഷേ അവരേറ്റവും താഴെയാണ് കിടന്നിരുന്നത്. സോ പേപ്പറിൽ കാര്യമില്ല, കളിക്കളത്തിൽ ഫോമിലും ഒക്കെയാണ് കാര്യം. ഫോമിൻ്റെ കുറവ് കൊണ്ടാണ് കഴിഞ്ഞ വർഷം LSG പ്ലേ ഓഫിൽ നിന്ന് താഴെ പോയത്. കാരണം സ്പിൻ ഫ്രണ്ട്ലി ഗ്രൗണ്ടിൽ രവി ബിഷ്ണോയ് പോലത്തെ ഒരു ബോളറിന് ഫോമിലാകാൻ കഴിയാതെ ഇരുന്നത് ഒരു പരിധിവരെ ബാധിച്ചു. എന്തായാലും അപ്പോൾ ലക്നൗവിനെ പറ്റി നമുക്ക് അത്രയും പറഞ്ഞു നിർത്താം. ബാക്കി ഡൽഹി ക്യാപിറ്റൽസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് ഒരു കിഡിലൻ ബാറ്റ്സ്മാനെ അവർക്ക് കിട്ടിയേക്കാണ്. KL രാഹുൽ പോലെയുള്ള ഒരു ആങ്കർമാനായിട്ട് കളിക്കാവുന്ന, ബിഗ് ഹിറ്റ് അടിക്കേണ്ട സമയത്ത് ബിഗ് ഹിറ്റ് കൊടുക്കാവുന്ന, സ്ലോ പേസ്ഡ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ റിലയബിൾ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഒരു ക്യാപ്റ്റൻ എന്ന പോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കളിക്കാരനാണ്. പക്ഷേ അക്ഷർ പട്ടേലിന് നല്ല രീതിക്കുള്ള സപ്പോർട്ട് KL രാഹുലിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ ഡുപ്ലസിയുടെ കയ്യിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നൊക്കെ കിട്ടാം. പിന്നെ ഈ പറഞ്ഞ പോലെ KL രാഹുലിൻ്റെ പോലെ തന്നെ ഡുപ്ലസി, അതുപോലെ ജെയ്ക്ക് ഫ്രേസർ മക്ഗർക്ക് ഇവരൊക്കെ നമുക്ക് ബാറ്റിങ്ങിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ അഭിഷേക് ബോറലിനും കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടാം. അപ്പോൾ എന്തായാലും അക്ഷർ പട്ടേലിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെയെന്ന് നമുക്ക് നോക്കി കാണേണ്ടി വരും. മറുപുറത്ത് പുതിയ ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്ത് വന്നിരിക്കുകയാണ്. അത് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻസിയുടെ കേസ് പറയുമ്പോൾ ഇതൊരു റൈവൽറി ആവാൻ സാധ്യതയുള്ള ഒരു മാച്ചാണ് ഇനി അങ്ങോട്ട്. കാരണം സഞ്ജീവ് ഗോയങ്കക്കെതിരെ KL രാഹുലിൻ്റെ കളി എങ്ങനെയായിരിക്കുമെന്നും നമ്മുടെ GMRൻ്റെ ഓണേഴ്സിനെതിരെ ഉള്ള ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ക്യാപ്റ്റൻ ഋഷഭ് പന്തിൻ്റെ മറുപടി എങ്ങനെയായിരിക്കുമെന്നും നോക്കി കാണേണ്ടി വരും. പാർത്ത് ചിന്തൽ ടീമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് ലക്നൗ 27 കോടി രൂപ മുടക്കിയാണ് ആ ടീമിനെ പിടിച്ചിരുത്തിയത് ലക്നൗവിലേക്ക്. അപ്പോൾ ആ 27 കോടിയുടെ ഫലം എന്ത്, അല്ലെങ്കിൽ അതിനെന്താണ് റിസൾട്ട്, വാട്ട് ക്യാൻ ഋഷഭ് പേ ബാക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ ഒരുപക്ഷേ കാണാൻ പറ്റും. എന്തായാലും ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിരിക്കും വിക്കറ്റ്. സോ നല്ലൊരു 200+ റൺസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ LSGയുടെ ബോളിംഗ് ലൈനപ്പ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കേണ്ടി വരും. ടോസ് കിട്ടുന്ന ടീം ബോളിംഗ് സെലക്ട് ചെയ്യാനാണ് സാധ്യത. ചേസബിൾ ആയിരിക്കും ഒരു പരിധി വരെ റൺസ്. ബാക്കി നമുക്ക് കളിക്കളത്തിൽ ശേഷം കാണേണ്ടി വരും. എന്തായാലും നോക്കാം.